നമ്മൾ 3 പേരായിട്ട് എന്തോ ചെയ്യാനാ, ഒരാളോട് ഇല്ലാതെ എന്തോ ചെയ്യും? അത്രയും സമയം കാത്തിരിക്കാനും എനിക്ക് അണ്ണാ അത്രയും സമയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് മൂത്രം എടുത്തില്ല. നീ ഇപ്പൊ മുള്ളണ്ട, മനസ്സിലായില്ലേ? എന്താടാ നിനക്ക് മുള്ളണോ? അണ്ണോ അണ്ണോ അണ്ണേ ഇവൻ ആരെയായി തെറിയും പറഞ്ഞു ലവന്മാരുണ്ട് സുഖു. ഒരു ആംബുലൻസ് കിട്ടുവാ? എടാ പൊത്തിന്ന് ഒരു ആംബുലൻസ് അങ്ങ് എടുത്തു കൊടുത്തു. എന്നാടാ ഇത് പറയുന്നേ? അതല്ല, ഒരു ആംബുലൻസ് കിട്ടുവാ. എടാ നീ നിർത്തിക്ക, നീ ഇഞ്ഞു വന്നേ. കാര്യം ഒന്ന് വെച്ച് ഇവിടെ ഒന്ന് പറ. ഇങ്ങോട്ട് ഇരിക്കടാ. പെണ്ണുമ്പിള്ളക്ക് പ്രസവ വേദന. നിർത്തിക്കേ. ഈ പ്രാവശ്യം നിർത്തുന്നത് തന്നെ നല്ലത്. സമ്മതിച്ചു. നീ ഇരുന്ന ഇവിടെ ഇരിക്കാൻ സമയമില്ലണ്ണ, ഇരിക്കാൻ പറ്റത്തില്ലണ്ണ. ആയെന്നാ നിനക്ക് മൂലത്തിൽ എന്തിനാ അസുഖമുണ്ടോ? അതല്ലെന്ന് അവളവിടെ കിടന്ന് കാറി കിടന്ന് പോവാ. കാറി കിടന്ന് പോകുന്നു. എന്നാ പിന്നെ ആ കാറാ തന്നെ ആശുപത്രിയിലോട്ട് എത്തിച്ചാ പോലെ. ഒരു ആംബുലൻസ് വിളിച്ചെന്താ ഈ കാറിനൊക്കെ എത്തിക്കൊണ്ട് പോകുന്നത്? അതല്ലെന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കുവാന്ന്. സമ്മതിച്ചു. നീ നിർത്തിക്കേ. ആര് പറഞ്ഞാലും അണ്ണൻ അങ്ങനെ പറയല്ല അണ്ണ. സ്ത്രീകളായാൽ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു വിടും. കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ അവർ ഗർഭിണികളാകും. ഗർഭിണികളായാൽ ഒരു സമയം കഴിയുമ്പോൾ അവർ പ്രസവിക്കും. അതാണെന്നേ, അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതിന് നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, പിന്നെ വെപ്രാളപ്പെടാന്തോണ്ടിരിക്കും. ഇത് വെപ്രാളപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നീ ഇപ്പൊ ഉടൻ തന്നെ ഇതും ഭാര്യ കെട്ടിക്കൊണ്ട് നേരെ ആശുപത്രിയിലോട്ട് ചെല്ലുക. അവരെന്തോ പറയും? എന്നാ പറയും? അവരാദ്യം പറയും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. അത് ശരിയാ. സമയമായില്ല എന്ന് പറയും. ചിലപ്പോ പറയും അകത്തോട്ട് അഡ്മിറ്റ് ആക്കാൻ പറയും. അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറയും. ചിലപ്പം പറയും. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു പ്രസവിക്കാത്ത അത്രയും സമയം അവർ കാശ് നമ്മുടെ കയ്യിൽ വരുത്തിക്കൊണ്ടിരിക്കുക. ശരിയാ. ഇതങ്ങോട്ട് കഴിഞ്ഞൊരു ട്രീറ്റ്മെന്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെ പറയും നടക്കത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. ആണോ? ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചു ഇൻക്യുബേറ്ററിൽ കിടത്തണം. അതിന്റെ ട്രീറ്റ്മെന്റ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ പോയാലും ഒരു 65,000 രൂപയെങ്കിലും ചെലവാകുന്നു. അതേ സമയത്ത് ഇപ്പം പ്രസവിക്കാറായി വിളിച്ചു വയ്യ, ഇപ്പൊ പ്രസവിക്കും, അപ്പോഴേ നീ എടുത്തോട്ട് ആശുപത്രി ചെല്ലുന്നു. ചിലപ്പോ ഈ പോകുന്ന പോക്കിൽ തന്നെ സ്ട്രെച്ചറിലോ അല്ലെങ്കിൽ കാറിലോ ഈ പ്രസവിക്കും. പിന്നെ നിനക്ക് ആചാരമുണ്ടോ? ഇല്ല. 2,000 രൂപയ്ക്ക് തീരണ്ട ഈ കാര്യം നീ ഇപ്പോഴേ കൊണ്ടുവന്നിട്ട് 65,000 രൂപ മുടക്കേണ്ട കാര്യമുണ്ടോ? അല്ലെണ്ണ. എന്തോന്ന് കല്ലെണ്ണ? അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ എങ്ങനെ പറയണം? അല്ല, എന്ത് പറയണ്ടേ? നീ ഒന്ന് സമാനപ്പെടും. വേണ്ടേ ഇരിക്കുന്ന കണ്ടോ? എന്തോ ഇതിനേക്കാൾ വലിയ അത്യാവശ്യമായിട്ട് പോയവരായി ഇരിക്കുന്നത്. അതെന്തോ അത്യാവശ്യം? ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ആരാന്നറിയാവോ? രാജീവനല്ലയോ? ഗുണ്ട. മനസ്സിലായോ? ഇനി യവന്മാരാരെന്നറിയാവോ? എന്തിനാ ഇവിടെ ഇരുത്തിയേക്കുന്നറിയാവോ? അതറിയത്തില്ല. ചോദിക്കടാ. എന്നാ സംഭവം? പറയടാ. അണ്ണാ, എന്റെ പെണ്ണുമ്പിള്ള കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി. ഞാൻ നോക്കുമ്പോഴേ എടാ വൃത്തികെട്ട, നിന്റെ പെണ്ണുമ്പിള്ളയിലേക്ക് കുളിക്കാൻ കയറി, നീ എന്തിനാ പോയി നോക്കുന്നത്? അയ്യടാ. അതല്ല അണ്ണാ, ഞാൻ നോക്കുമ്പോ അവള് തല ചുറ്റി കിടക്കുന്ന അവിടെ. തല ചുറ്റി വീണു. അത് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ ഓടി വന്നപ്പോ അണ്ണൻ എന്നോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പിടിച്ച് വിളിരുത്തി. അതെ, കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഇതിനെ ഇത്ര ഉള്ളു സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് അണ്ണൻ വന്നത്. അപ്പൊ പെണ്ണുമ്പിള്ള എടുത്ത് കിടത്തിട്ടൊക്കെ അവിടെ തന്നെ കിടക്കുക. അവിടെ കിടക്കുവാന്നോ? നീ എന്നാ ഇവിടെ? എന്റെടാ പൊന്നു സുഖേ. അപ്പൻ 2 കാല് ഒടിഞ്ഞതാ, ഇങ്ങനെ ഐസി കിടക്കുക. അപ്പന് കഞ്ഞിയും കൊണ്ട് പോയതാ. അന്നേരം അണ്ണം പിടിച്ച് ഇവിടെ എത്തി. അപ്പാപ്പന് കഞ്ഞി? അപ്പാപ്പനല്ല, അപ്പനാ കഞ്ഞി. അതാ ചോദിച്ചേ, അപ്പന് കഞ്ഞിയുടെ കാര്യം പിന്നെ എങ്ങനെയാന്നാ ചോദിച്ചേ? അയ്യോടാ, അബദ്ധം പറ്റിപ്പോയ. രാജീവണ്ണം പറഞ്ഞ് മനസ്സിലാക്കിട്ട് മാറും രക്ഷപ്പെട്ടു. അതല്ല ഇത്ര ഗ്ലൂക്കോസല്ലേ കയറ്റുന്നത്, അതിന്റെ പുറകെ കഞ്ഞി കൂടെ കുത്തി കയറ്റുന്നവരുണ്ടോ? പ്രഷർ ഷുഗർ എല്ലാം കൂടി കയറി അപ്പം കാഞ്ഞു പോവില്ലേ? ആരാ ഇരിക്കണ? അത് ശരി, മിടുക്കനാ. ജനറലെ അസ്ഥിരോഗം, ഗൈനക്കോളജി എല്ലാം അരച്ച് കലക്കി കുടിച്ചേക്ക് വലിയോ? പിന്നെ അല്ലെ പിന്നെ പുള്ളിക്കാർക്ക് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയില്ല പ്രശ്നമാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെന്നാ. അവിടെ സുഖമേ. പിന്നെ എന്നാ കേട്ടോ വിശേഷം? അല്ല, പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പം രാജനം പറഞ്ഞാൽ കറക്റ്റാ. 4 മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ടൈമിൽ അങ്ങനെ ചെന്നാ മതിയല്ലോ. കുഴപ്പമില്ല, എപ്പോഴെങ്കിലും പേരുന്നപ്പം വരട്ടെ. ഇതിന്റെ പോക്കറ്റാണ് വീർത്തിരിക്കുന്നത്. 150 രൂപ ഷെയർ ഉണ്ടായിരുന്നു. 150 രൂപ ഞങ്ങൾ കൊടുത്തു. അത് ഞങ്ങള് പോവാതിരിക്കുന്നു ഇവിടെ. തരുമെന്ന്. ഇവിടെ ഇരിക്കുവോ?
വണ്ടിക്കൂലിക്ക് വലുതാ വേണ്ട, ഓ വണ്ടി വേറെ പണി നോക്കാൻ പറ, പിന്നല്ല. എല്ലാം അങ്ങ് തരും. അപ്പൊ അങ്ങോട്ട് കുത്തി ഇടട്ടോ. ആ, അങ്ങോട്ട് ഇടാം. അടുത്ത കുണുക്കോട് കേറ്റിക്കൊണ്ട. മഞ്ഞ കളിയാടാ ഇത്. മഞ്ഞക്കളിയാണോ ഇത്? ഒരു രക്ഷയില്ല, ഒരു കാശിന് കൊള്ളത്തുമില്ല. മഞ്ഞക്കളിയാണോ? കളി കളി നീ കളിച്ചു കേട്ടോ. ആ, തോറ്റപ്പോഴത്തേക്ക് അണ്ണാ മുണ്ടണ്ണ മുണ്ടണ്ണ. കളയല്ലേ. കളഞ്ഞ് അണ്ണാ കുണുക്ക് വെച്ചിരിക്കണ്ണ. എന്നാടാ ഇത് പിടിക്കണ കളി കളി. അണ്ണം നിർത്തണ്ട, ഞാനും നിർത്തുക. എന്നാ കോപ്പ് ഞാനും നിർത്തും. ആ, നിന്റെ പെണ്ണുമുള്ള കൂരില്ലയോ എന്റെ ഭാര്യ പ്രേക്ഷയില. ഗൾഫിലെ? ആ, പ്രേക്ഷയില. പ്രഷ്യല്ലേ? ആ, ഉള്ളല്ലോ. ആ. പിന്നെ നീ ആരുടെ വൈഫിന്റെ കാര്യം അറിഞ്ഞ? അല്ല, പ്രസവത്തിന്റെ കാര്യമല്ലയോ? അല്ല, എന്റെ പെണ്ണുമ്പിള്ള കാര്യമല്ല പറഞ്ഞേ, പിന്നെ നിങ്ങളുടെ പെണ്ണുമ്പിള്ള കാര്യം പറഞ്ഞേ. എന്റെ ഭാര്യ. ആ, നിങ്ങളുടെ പെണ്ണുമ്പിള്ള അവിടെ കിടന്ന് കാറ് കൂടുന്നാ പറഞ്ഞേ. അണ്ണന്റെ ഭാര്യയാണ് ഗർഭിണി. നീ അതിനെ നേരത്തെ പറയാണ്ടിരുന്നു. അതിനാ ഞാൻ അങ്ങനെ തിരക്ക് നടന്നേ. അരി വറുത്ത തിന്നുവാണ് എനിക്കൂടെ താണ. എന്തിനാ കരയുന്നേ? പൂവാടയോ? അല്ല, പോകാൻ വരട്ടെ. അണ്ണ അവിടെ നിന്നേ, അണ്ണൻ അവിടെ ഇരിക്കുന്ന. ഇപ്പൊ അണ്ണ 3 മണിക്കൂറല്ലായുള്ളൂ. 4 മണിക്കൂറാകാൻ ഇനി 1 മണിക്കൂറുണ്ട്. അണ്ണൻ ഒരു കാര്യം ചെയ്യ്, ഇതൂടെ അങ്ങോട്ട് അടി. 1 മണിക്കൂർ കഴിഞ്ഞ് പോവാം. അടിക്കണ്ണ. അണ്ണം കരയണ്ടണ്ണ, പുള്ളിക്കാരത്തി ഇപ്പൊ അടുക്കള തന്നെ പെറ്റ് കാണും. ആ പൈസ ലാഭമായില്ലേ? അപ്പോ നമ്മുടെ വേദന നമുക്ക് വലുതാണ്, പക്ഷെ മറ്റുള്ളവരുടെ വേദന നമ്മൾ വലുതാണെന്ന് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സില്ല. അവരുടെ വേദനകൾ നമ്മൾ ആസ്വദിക്കുക അല്ലാതെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം. വലിയ ഒരു കാര്യം ചെറിയ രൂപത്തിൽ ഹാസ്യരൂപേണ ഞങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. എന്ത് കാര്യവും മനസ്സിലാക്കാൻ തമാശയുടെ മേമ്പൊടി ചേർത്താണല്ലോ പറയേണ്ടത്. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തമാശ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രം നിങ്ങളിത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് പകർന്നു കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഞങ്ങളുടെ എമിലി മീഡിയ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അല്ലേ? അതെ, ഇതുവരെ തന്നിരിക്കുന്ന സപ്പോർട്ടിന് എല്ലാവരും നന്ദി അറിയിക്കുന്നു. അപ്പം വീണ്ടും നമ്മൾ ഒരുമിച്ച് കാണാം. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ.